സ്തോത്രം സ്തോത്രം. 64 സങ്കീർത്തനത്തിന്റെ 60 സങ്കീർത്തനത്തിന്റെ 4 വാക്യം. Psalm 60 verse 4. വായിച്ചാരെങ്കിലും? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അർത്ഥവേദകമാനകം ദീപനം ധനകം ദൂനം വധുഭാഷരകനം 60 സങ്കീർത്തനം 4 വാക്യം ഞാൻ തന്നെ വായിക്കാം. സത്യനിമിത്തം ഉയർത്തേണ്ടത് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. സത്യം നിമിത്തം ഉയർത്തേണ്ടതെന്ന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവരുടെ വഴിയിൽ ഹല്ലേലൂയ 2 സൈന്യങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. ഇസ്രായേലും മിസ്രൈമരും തമ്മിൽ യുദ്ധമുണ്ടായി. ഹല്ലേലൂയ. അപ്പൊ ആ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഭാഗത്ത് നമ്മൾ നോക്കുക, രാജാവുണ്ട്, സൈന്യമുണ്ട്, പടനായകന്മാരുണ്ട്, അവരെ നയിക്കാനായിട്ട് സകല കുതിരകളുണ്ട്, രഥങ്ങളുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ട്രെയിൻ ചെയ്ത ഒരു സൈന്യമുണ്ട്. പക്ഷെ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനം ചോരത്തലയൊക്കെ ആചരിച്ച ജനം, അവിടുന്ന് പുറപ്പെട്ട ജനം മാത്രമേ ഉള്ളൂ. ആ ജനത്തിനൊരു നായകനുണ്ട്, ലീഡറുണ്ട്. അവർക്ക് രാജാവില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാവല്ലോ അല്ലേ? കുതിരകളില്ല, രഥങ്ങളില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സൈന്യമില്ല, ഒന്നുമില്ല. പക്ഷേങ്കിൽ യുദ്ധം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ നേതാവ് അല്ലെ ലീഡർ എന്താ ചെയ്തെന്ന് വെച്ചാ മലമുകളിലോട്ട് കയറിയിട്ട് കരം ഉയർത്തി ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കരം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവര് സൈന്യം ജയിക്കുന്ന നമ്മൾ കണ്ടു. ഹല്ലേലൂയ. അപ്പം നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, നിന്റെ പ്രതികൂലം എത്ര ശക്തമാണെങ്കിലും, പക്ഷെ നീ കരം ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ജയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് എത്രയെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ആരൊക്കെ നമുക്ക് എതിരെ നിന്നാലും ഹല്ലേലൂയ ഏതൊക്കെ ശത്രുക്കൾ നിന്ന് വെല്ലുവിളിച്ചാലും നമ്മുടെ ആയുധം എന്താണെന്നറിയാവോ? കുതിരയുമല്ല, സൈന്യവുമല്ല, ഹല്ലേലൂയ രാജാവുമല്ല. പക്ഷെ നമ്മൾ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ കീഴടങ്ങും നമുക്ക് കാണാൻ പറ്റും. ഇല്ലേ? നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ. അപ്പൊ പക്ഷെ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ മോശ കരം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ച് കുറെ നേരം കഴിഞ്ഞ് മോശയുടെ കരം പുഴയാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട്, ഒരുവനേക്കാൾ ഇരുവർ നല്ലതെന്ന് പറയും. ഹല്ലേലൂയ അല്ലെ? ഇപ്പൊ നമ്മുടെ വിജയൻ പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥനാ സഹകാരി ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. കാരണം വെച്ചാ നിങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ആളെങ്കിലും, അറ്റ്ലീസ്റ്റ് മിനിമം ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ എല്ലാ ശരീരത്തിൽ ഇപ്പൊ മോശയുടെ കരം കുഴഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ശരീരത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അവിടെയൊക്കെ നമ്മൾ വീക്ക് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ വീക്കാകുമ്പോൾ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമുക്ക് നിയോഗിച്ച് നമ്മൾ തന്നിരിക്കുന്ന വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ കൂട്ടായ്മയാണ് എന്റെ ബലം. കാരണം വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളത് കൊണ്ട് എന്താ പറയാ, ഏത് പ്രതികൂലത്തെ നമ്മൾ ഓവർകം ചെയ്യും. കാരണം അവിടെ ശത്രു എത്രയൊക്കെ ബലം പ്രാപിച്ചതാന്ന് പറഞ്ഞാൽ പോലും കരം താങ്ങാനായിട്ട് ഇവര് നമ്മൾ കാണുന്നുണ്ട്. അഹരോനും ഹൂരും പോയിട്ട് മോശയുടെ 2 ഭാഗത്തു നിന്ന് കരം താങ്ങി ഉയർത്തി പിടിച്ചപ്പോൾ അവരുടെ സൈന്യം ജയിക്കുന്നത് അല്ലേ? നമ്മളെ തകർത്ത് കളയാനായിട്ട് എത്ര ശത്രു വെല്ലുവിളിച്ചാലും,
എത്ര വലിയ സൈന്യമായിട്ട് വന്ന് യുദ്ധം ചെയ്താലും ഹാലലിയ, എത്രയൊക്കെ പോരാട്ടങ്ങൾ നമ്മുടെ നേരെ വരുമ്പോഴും ഹാലലിയ, ഇവിടെ നമ്മൾ കാണുന്ന ദൈവമക്കൾക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അവിടെ കുതിരയില്ല, സൈന്യമില്ല, ഹാലലിയ, ആമേൻ, ആമേ, അവിടെ രാജാവില്ല, വാളില്ല, കുന്തമില്ല, പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ അവൻ കരമുയർത്തി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുമ്പോൾ ഹാലലിയ, ജയം നമ്മുടെ കൂടെയുണ്ട്. ഹാലലിയ, ശത്രു പലപ്പോഴും പറയാൻ കഴിഞ്ഞു, തീർന്നു, ഇനി രക്ഷയില്ല. അപ്പൊ ഫറവോന്റെ സൈന്യം ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ വരുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഫറവോന്റെ മറ്റ് രാജാക്കന്മാർ അവരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്നെ സോറി, അവിടെ യുദ്ധം ഉണ്ടായത് ഫറവോന്റെ സൈന്യമായിട്ടല്ല, സോറി. അപ്പൊ അവിടെ ആ രാജാക്കന്മാർ അവരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരുടെ നേരെ ഒരു യുദ്ധം, ആരുടെ യുദ്ധം, ഏത് രാജാവാണെങ്കിലും ഏത് സൈന്യമാണെങ്കിലും ഏത് സൈന്യാധിപൻ വന്നാലും അവിടെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഏത് ആരുടെ സൈന്യം അവരുടെ നേരെ യുദ്ധം ചെയ്താലും ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മോശ കരമുയർത്തിയപ്പോൾ പാളയത്തിൽ ജനം ജയിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പ്രഭാതത്തിൽ ഞാൻ പറയാണ്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ മാറത്തതേ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവിടെയൊക്കെ നമ്മൾ വിശ്വസിച്ചു നമ്മൾ കരമുയർത്തി പ്രാർത്ഥിച്ചു, ഏത് വലിയ പ്രതിസന്ധി നമുക്ക് ഉപയോഗിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ് പലപ്പോഴും നമ്മുടെ നേരെ വരുന്ന പ്രതികൂലങ്ങളെ നമ്മൾ സൈന്യത്താലും ശക്തിയാലും അല്ല, അല്ലെങ്കിൽ നമ്മുടെ കഴിവിലും മിടുക്കിലുമല്ല, നമ്മുടെ ജോലിയിലോ നമ്മുടെ സമ്പത്തിലോ ഒന്നുമല്ല നമ്മുടെ പ്രാർത്ഥനയെ തന്നെയാണ് നമ്മൾ ജയിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിന്നിട്ട് ഇവിടെ അത് ജയിച്ചു കഴിഞ്ഞപ്പോൾ സത്യം നിമിത്തം ഉയർത്തുക നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഇവിടെ ഇവരെ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ ഹല്ലേലൂയ, അവിടെ ഒരു കാര്യം ഹല്ലേലൂയ മോശ പറയുന്നുണ്ട്. എന്താ പറയാ? യഹോവ നിസ്സി. നമ്മുടെ ജയക്കൊടി ആരാന്ന് വെച്ചാ ദൈവമാണ് നമ്മുടെ ജയക്കൊടി. ഹാലേലിയ. അപ്പൊ ദൈവം നമുക്ക് ജയക്കൊടിയായി നിൽക്കുന്ന നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം. നമ്മളെ ജയത്തോടു കൂടി നിലനിർത്തുന്ന ദൈവത്തിന്റെ കൊടിയെ ഉയർത്തുന്ന കാണാം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആരാണ് ജയം എന്ന് വെച്ചാ, ഇപ്പൊ നമ്മൾ പറയുന്ന കണക്ക് ഇവിടുത്തെ രാജ്യത്തിന്റെ ഒരു കൊടിയുമല്ല നമ്മളെ ജീവിതത്തിലെ ജയക്കൊടിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ദൈവമാണ്. യഹോവ തന്നെയാണ് നമുക്ക് ജയക്കൊടിയായി നിൽക്കുന്നത്. നമ്മുടെ എല്ലാ വഴികളിലും എല്ലാ രീതിയിലും ഏത് വഴി കൂടെ പോയാലും യഹോവ നിശ്ചയം നമ്മുടെ കൂടെ നിൽക്കുന്നു. നമ്മൾ ഒരിടത്ത് പോലും പരാജയപ്പെടത്തില്ല. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതമാകട്ടെ, ഭൗതിക ജീവിതമാകട്ടെ, നമ്മുടെ ജോലി ആകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, നമ്മുടെ ശുശ്രൂഷ ജീവിതമാകട്ടെ, ഏത് ജീവിതത്തിലാണെങ്കിൽ ഞാൻ പറയാ, ഏത് മേഖലയിലാണെങ്കിൽ നമ്മളെ ജയത്തോടെ നിർത്തുന്നത് യഹോവ നിസ്സി തന്നെയാണ്. അപ്പൊ ദൈവം നമ്മുടെ ജയക്കൊടിയായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, സത്യം നിമിത്തം ഉയർത്തേണ് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. അവിടെ എന്താ? സത്യം നിമിത്തമാണ് ഉയർത്തുന്നത്. അല്ലാതെ കള്ളത്തരത്തിലും കപടതയിലും ദുഷ്ടതയിലും വഞ്ചനയിലും ചതിയിലും അല്ല. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ മാർഗം, നമ്മൾ പലപ്പോഴും പല ദൈവദാസന്മാരും പറയണ്ട, നമ്മളെ തല്ലാനും അടിക്കാനും ഇടിക്കാനും ഒക്കെ വരുന്ന സമയത്ത് തിരിച്ചടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല അവരെ തിരിച്ചടിക്കാത്തത്. എന്താ? സത്യം നിമിത്തം. എന്താ വചനം പറഞ്ഞേക്കുന്നത്? ഒരു കണ്ണത്തടിക്കുന്നതിന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം പറയുന്ന സമയത്ത് നമുക്ക് ഹല്ലേലൂയ ഇത് പറഞ്ഞിട്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അടിയുണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഇവിടെ എന്ത് നിമിത്തം അവർ അടിക്കാൻ പോവാത്തത്? സത്യനിമിത്തമാ. അവരറിഞ്ഞ സത്യം അവരെ അതിന് ഇങ്ങോട്ട് വരുന്ന പോലെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നല്ല. അത് ന്യായപ്രമാണത്തിലായിരുന്നു. നമ്മളിപ്പോ കൃപയിലാണെങ്കിൽ കൊണ്ട് നമുക്ക് ഒരിക്കലും അത് പോയി അങ്ങനെ പറയാൻ പറ്റത്തില്ലാത്തതൊന്നും, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും പലപ്പോഴും ഒന്ന് കിട്ടി അത് മേടിച്ചുകൊണ്ട് പയ്യെ വീട്ടിലോട്ട് പോരുന്നതാണ് പല ദേവദാസന്മാരും അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ സത്യം നിമിത്തം അവര് അത് സഹിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ പക്ഷേ ഒരു ജയക്കൊടി അവിടെ ഉയർത്തും. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കാണുമ്പം പലരും നമ്മുടെ ചുറ്റുപാടും നിന്നിട്ട് പറയുന്നുണ്ടാവും കഴിഞ്ഞു,
ഇനിയിപ്പം പെന്തക്കോസ്തുകാരൊക്കെ വലിയതായിട്ട് അങ്ങോട്ട് വരുത്തില്ല പുറത്തേക്ക്. കാരണം ഇപ്പോഴത്തെ ഭരിക്കുന്നവരും ഇപ്പോഴത്തെ ഭരണകൂടമെല്ലാം എതിരാണ്. ഇപ്പൊ എന്താ പറയാ, ഒരുപാട് ആക്ട് ഒക്കെ പാസ്സാക്കിക്കൊണ്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വല്ല രക്ഷയൊന്നുമില്ല, ഇതെല്ലാം ഇപ്പൊ തീരുമെന്നായിരിക്കും പറയുന്നത്, അല്ലേ? മീക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്നെടുത്ത്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ, സ്തോത്രം. ഇവിടെ പറയുന്ന ഒന്ന്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഞാനോ യഹോവയെങ്കിലേക്ക് നോക്ക്. എന്തെല്ലാം നമ്മുടെ ഹാലേലിയ ജീവിതത്തിൽ തകർന്നു പോയാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും, ഹാലേലിയ ഏത് അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴും നമുക്കൊരു ദൈവമുണ്ട് നോക്കാനായിട്ട്, അല്ലേ? നമ്മുടെ ദൈവം നമ്മളെ ഇവിടെ ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. ഹാലേലിയ. എന്നിട്ട് എന്റെ രക്ഷയായ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഇവിടെ 3 കാര്യങ്ങളാ പറയുന്നേ. ഒന്ന്, ഞാൻ ദൈവത്തെങ്കിലേക്ക് നോക്കും. രണ്ടാമത്, എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഹാലേലൂയ. ഇപ്പൊ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവും, ഓ കുറെ നാളായല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, നീ എന്തോത്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്, എന്തിനാ ബൈബിൾ എടുത്ത് പോന്നെ, എന്തിനായി ചാടുന്നത്, എന്തിനായി തുള്ളുന്നതൊക്കെ ചോദിക്കും. ഹാലേലിയ. അപ്പോഴൊക്കെ ചിലപ്പോ അനങ്ങാതിരിക്കുന്നത് നമുക്ക് ചിലപ്പോ ഒരു റിസൾട്ട് കാണുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഭക്തൻ പറയുന്നത്, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഹാലേലിയ. എന്റെ ദൈവം ഇത്തിരി നേരം വൈകിയാലും ഞാനത് കാത്തിരിക്കും. നമ്മൾ പറയുന്നത്, ഞാനെപ്പോഴും പറയുന്നത്, എനിക്കൊരു ദൈവമുണ്ട്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എന്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്നത്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന വാക്യങ്ങൾ ഇത്. കാരണം എനിക്കൊരു ദൈവമുണ്ട്, ഇത് എന്റെ ഉറപ്പാ. ഈ ദൈവം നമുക്ക് സഹായകനാണ്. ആപത്തില്, അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളിൽ നമുക്ക് സഹായിക്കുന്നത്. മറ്റുള്ള മനുഷ്യർ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ ആ സഹായങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് അവർ അതെല്ലാം വിളിച്ചു പറയും. ഞാൻ അന്ന് എന്നെ സഹായിച്ചില്ലേ, അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ നാളെ ആ സഹായം കൊണ്ട് അങ്ങോട്ട് ഉയർന്നു വന്ന് പറയും, ഓ ഞാനൊന്ന് സഹായിച്ചോണ്ട് അതെ ഇപ്പൊ ഇവള് ഇങ്ങനെ ആയതെന്ന് പറയല്ലേ. പക്ഷെ കണക്ക് പറയാത്ത ഒരേ ഒരാളേ ഉള്ളൂ, നമ്മുടെ ദൈവം. ദൈവം നമുക്ക് സഹായിക്കുന്ന കണക്കില്ല. ഹാലേലൂയ. ദൈവം നമുക്ക് നൽകുന്ന കണക്ക്. ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ട്, ഞാൻ ദൈവത്തിലേക്ക് മുഖമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ചിലര് നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിരിക്കുമ്പോൾ തന്നെ മെസ്സേജ് വരും. കാരണം അവരുടെ മോളെ എന്താന്ന് ചോദിക്കുമ്പോൾ, ആന്റി ദൈവം പരിശുദ്ധാത്മ പറഞ്ഞത് അയക്കാനായിട്ട്. ഇത് പറയുന്ന ഞാൻ പല ആവർത്തി ഇതിനകത്ത് പലരും ഉണ്ട് എനിക്ക് അങ്ങനെ അയച്ചിട്ട്. അപ്പം അവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇങ്ങനെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കിയത് എവിടെയാണെന്നറിയാം, എന്റെ ദൈവത്തിങ്കിലേക്ക്. എന്റെ ദൈവം പറഞ്ഞിട്ട് അത് ചെയ്യിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടല്ല അവരത് ചെയ്തേക്കുന്നത്. ഹാലേലിയ. അപ്പൊ ദൈവത്തിന് അപ്പൊ നമ്മുടെ സഹായം എവിടെ നിന്ന് വരും? നമ്മുടെ സഹായം ദൈവത്തിങ്കിൽ തന്നെ വരണം. എപ്പോഴും നമ്മുടെ കണ്ണ് ദൈവത്തിങ്കിലേക്ക് മാത്രം ഉയർത്തും, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്. കാരണം എന്റെ ദൈവം ചെയ്യുമ്പോൾ അതിന് കണക്ക് വെക്കത്തില്ല. ബാക്കിയുള്ള ആരാണ്, എത്ര അടുപ്പമുള്ളവരാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞാൽ പോലും, സഹോദരങ്ങളാന്ന് പറഞ്ഞാൽ പോലും, നമുക്ക് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും കണക്കുണ്ട്. അത് വിളിച്ചു പറയും കുറച്ചു കഴിയുമ്പോൾ ഇരുന്നിട്ട്. ഞാൻ അന്ന് നിന്നെ അങ്ങനെ സഹായിച്ചതല്ലേ, ഞാൻ അന്ന് നിനക്ക് ഇങ്ങനെ ചെയ്തതല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് ഇപ്പൊ നിന്റെ കുഞ്ഞിപ്പോ അവിടെ പഠിക്കുന്നത്, ഞാനില്ലായിരുന്നു എങ്ങനെ പോയേനെ, ഇതൊക്കെ ഇവര് ചോദിക്കുമ്പോൾ ഞാൻ ഹൃദയത്തിൽ ചിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ, ആര് സഹായിക്കണമെങ്കിലും, ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ നമ്മുടെ കരുത്തിലേക്ക് വരണമെങ്കിൽ എന്റെ ദൈവം പറയാതെ വരത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭക്തൻ പറയുന്ന ഇവിടെ പറയുന്ന ഇവിടെ നമ്മുടെ ഞാൻ യഹോവയെങ്കിലേക്ക് എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ചില വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാത്തിരിക്കേണ്ടി വരുന്ന ആവശ്യങ്ങളുണ്ട്. ചില കാലഘട്ടങ്ങളിൽ നമുക്കൊരു കാത്തിരിപ്പുണ്ട്. കാത്തിരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല എന്നല്ല, നീ കേട്ട വാഗ്ദത്തങ്ങളെല്ലാം മാറിപ്പോയെന്നല്ല. ഈ പ്രഭാതത്തിൽ ഞാൻ പറയും, നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറയും, വാഗ്ദത്തങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം അത് നടത്തിക്കുന്ന ദൈവമാണ്, നിവർത്തിക്കുന്ന ദൈവമാണ്.
കഴിഞ്ഞ ദിവസം നമ്മൾ യോസഫിനെ കുറിച്ച് ഹാലേലിയ ചിന്തിച്ചപ്പോ ഞാൻ പറഞ്ഞു ഹാല യോസഫിന്റെ സഹോദരന്മാർ യോസഫിനെ എന്താ പറയാ പകിക്കുമ്പോൾ ഒരു കാര്യം ഒരു ഹൃദയത്തിൽ പറഞ്ഞ ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം. ഇവ വലിയ സ്വപ്നക്കാരനല്ലേ, അവന്റെ സ്വപ്നം എന്തെന്ന് കാണാം എന്ന് പറഞ്ഞ അവര് പകച്ചത്. ഹാലേ കാണാം. യോസഫ് കണ്ട സ്വപ്നം, ഞങ്ങൾ ഇവനെ പിടിച്ച് കൊട്ടക്കിണറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവനെ എന്താ പറയാ ഇസ്മായിലർക്ക് വിറ്റ് കഴിഞ്ഞാൽ ഹാലേലിയ ഇവന്റെ സ്വപ്നം എങ്ങനെ നടക്കുമെന്ന് കാണാം. പക്ഷെ സ്വപ്നം കൊടുത്തത് ദൈവമാണെങ്കിൽ ഇവര് കൊട്ടക്കിണറ്റിൽ ഇട്ടാലും ഇസ്മായിലർക്ക് വിറ്റാലും ഹാലേലിയ കാരാഗ്രഹത്തിൽ കൊണ്ട് ഹാലേലിയ ആമത്തിലിട്ട് പൂട്ടിയെന്ന് പറഞ്ഞാലും സ്വപ്നം നിവർത്തിയിരിക്കുന്ന സമയം സ്വപ്നം നിവർത്തിയിരിക്കും. കാരണം സ്വപ്നം കൊടുത്തൊരു മനുഷ്യനല്ല, ദൈവമാണ് കൊടുത്തത്. ഇവിടെ അതുകൊണ്ടാ പറയുന്നത്, ഇവിടെ മിഖ പ്രവാചകൻ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. കാരണം എന്റെ ദൈവം ഹാലേലിയ ആമേ കാത്തിരിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഓരോ ഭക്തന്റെ ഉറപ്പാണ്. നമ്മൾ ഓരോരുത്തരും ഹാലേലിയ ഇവിടെ ഹാലേലിയ ഈ പ്രഭാതത്തിൽ ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും എന്റെ ദൈവം ഹാലേലിയ നമ്മൾ ഉപേക്ഷിക്കത്തില്ല. ഹാലേലൂയ. ഇവിടെ പറയുന്ന ഹാലേലൂയ, ഇവിടെ പറയുന്ന ഞാൻ എന്റെ രക്ഷയുടെ ദൈവത്തെ, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഹാലേലൂയ. ഏത് ഇരുട്ടത്തിരുന്നാലും ഹാലേലൂയ, എത്ര തകർന്നൊരു പാത്രം പോലെയാണെങ്കിലും നമ്മൾ എത്ര തകർന്നു പോയ പാത്രമാണെങ്കിലും നമ്മുടെ കുശവന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ കുശവൻ അതിനെ പണിഞ്ഞ് ഹാലേലൂയ പുറത്തെടുക്കും. നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. ഇവിടെ പറയുന്ന അത് തന്നെയാണ് ഹാലേലിയ. ഇവിടെ പടിഞ്ഞ് നമ്മളെ പുറത്തെടുക്കാൻ കഴിയുന്ന ഹാലേലിയ ആമേൻ. ഹാലേലിയ ഇവിടെ എത്രയൊക്കെ ഹാലേലൂയ ആമേ ഏതവസ്ഥ ഇപ്പൊ പറയുന്നത് നമ്മൾ വിചാരിക്കും ഇനി രക്ഷയില്ല. ഹാലേലിയ ഇങ്ങനെ നമ്മൾ ഹാലേലിയ കാത്തിരിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമ്പോൾ ഹാലേലിയ വീണ്ടും അടുത്ത വാക്യം ഒന്ന് വായിക്കാവോ? എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലിക്കായി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ഇവിടെ പറയുന്നേ അങ്ങനെ നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ, ഒരിക്കലും നീ ഉയർത്തപ്പെടത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയണ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. നമ്മൾ എപ്പോഴും ഹാലേലിയ ഇവിടെ പറയുന്ന ഞാൻ വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്ന യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ഹാലേലൂയ. അപ്പൊ ശത്രു എന്താ പറയുന്നറിയാ? ഇനി എഴുന്നേൽക്കലില്ല. ഈ വീഴ്ച കഴിഞ്ഞു, നീ ഇതോടെ അവസാനിച്ചു എന്നാണ് ശത്രു പറയുന്നത്. അതുപോലെ ചിലരെ ഇരുട്ടത്ത് ഇരുന്നാൽ നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ എങ്കിലും ദൈവമേ നേരം വെളുക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നാളത്തെ ദിവസം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നേരം വെളുത്ത് കഴിയുമ്പോഴത്തേന് ഒരു ഫോൺ കോൾ വന്നാൽ മെസ്സേജ് വന്നാലൊക്കെ നമുക്ക് ഭയത്തോടെ കഴിഞ്ഞ ജീവിത കാലഘട്ടങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഹാലേലൂയ. അവിടെയൊക്കെ നമുക്ക് നാളെ നേരം പ്രഭാതം ആകാതിരുന്ന് കൊള്ളായിരുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ഹാലേലൂയ. കാരണം എന്നുവെച്ചാൽ വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ വെട്ടത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാൻ നമുക്ക് മടിയാണ്. ഹാലേലൂയ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അപ്പൊ ഇരുട്ടിന്റെ ശക്തിയിൽ എന്താ ആഗ്രഹിക്കുന്ന അറിയാവോ? നമ്മളെ ഇവിടെ അടച്ച് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ മേൽ ഇവിടെ പറയുന്ന ഇരുന്ന് യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. അപ്പൊ വെളിച്ചമായവൻ നമ്മുടെ മേൽ ഒന്ന് ഉദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ മുഖപ്രകാശം നമ്മുടെ മേൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ ഹാലേലൂയ. അപ്പൊ നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ ഹാലേലൂയ അവന്റെ മുഖപ്രകാശമാണ് നമ്മുടെ മേൽ പ്രകാശിക്കുന്നതെങ്കിൽ മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരുന്നിട്ട് ആ മഹത്വം ഒന്ന് പ്രകാശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിരുട്ടിനും നമ്മൾ അടച്ചു വെക്കാൻ കഴിയത്തില്ല. ഹാലേലൂയ. അപ്പൊ ഏത് ഇരുട്ടത്ത് നമ്മൾ ഇരുന്നാലും, എത്രയൊക്കെ ഹാലേലൂയ നമ്മൾ അടച്ചു വെച്ചെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ഇനി നീ പുറത്തു വരത്തില്ലെന്ന് ആര് പറഞ്ഞാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും എന്ന് പറഞ്ഞ ഭക്തൻ പറയാണ് ഇവിടെ ഹാലേലൂയ. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിൽ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, യഹോവ എന്റെ വ്യവഹാരം നടത്തിയിരിക്കും, ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ ശത്രു അത് കാണും. ഹല്ലേലൂയ. അവിടെ പറയുന്നത് യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരും എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് അവന്റെ ക്രോധം, ഞാൻ അവനോട് പാപം ചെയ്തില്ല. അപ്പൊ നീ ചിലപ്പോ നിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടാവും, നീ ചിലപ്പോ പാപം ചെയ്തിട്ടുണ്ടാവും, നീ ചിലപ്പോ തെറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അവിടെയും ഇവിടെ പറയുന്ന എന്താ? അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്താലും എന്നെ
തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പിൻപറ്റുന്നത്. നമ്മളെ പലപ്പോഴും ശത്രു നമ്മളെ പറ്റിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാം. ശത്രു നമ്മളെ തകർത്തുകളെ നോക്കുന്നത് എന്ത് പറഞ്ഞിട്ടെന്നറിയാവോ? ഹാലലിയ ആമേൻ, നീ ഇനി നിനക്ക് ഒരു എഴുന്നേൽപ്പില്ല, ഇനി നിനക്ക് ഹാലലി ഒരു ശുശ്രൂഷയില്ല, ഇനി നിനക്ക് ഒരു ബ്ലെസ്സിങ് ഇല്ല. നീ ഇതോടുകൂടി തീർന്ന്, നിന്നെ ഞാൻ അടച്ചു പൂട്ടി വെച്ച് ഇനി നിന്നെ എന്താ പറയാ, പെട്ടിക്ക് ആണി അടിച്ചു എന്ന് പറയുമ്പം ദൈവത്തെ തിരിച്ചറിയുന്നവൻ പറയും, ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുന്നവൻ പറയും, ഞാൻ പാപമൊക്കെ ചെയ്തിട്ട് ശരിയാ, അതിന്റെ ക്രോധം എന്റെ മേൽ, ദൈവത്തിന്റെ ക്രോധമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ശരിയാ, ഞാൻ എന്താ പറയാ, എന്റെ ഈ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കുക. ഞാൻ വീണു എങ്കിലും എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. അവിടെ ചവിട്ടുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഈ ഉറപ്പ് ഓരോ ഭക്തന്റെ മനസ്സിലുണ്ടാകണം. ഹാലലിയ നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ താഴ്ചകളിൽ വീണ്ടും ചവിട്ടി ചവിട്ടി താഴേക്ക് താഴ്ത്തിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ കരം പിടിച്ച് ഹാലലിയ ചേറ്റിൽ കിടക്കുന്നവരെ ഹാലലിയ പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവത്തെയാ, എന്നിട്ട് ഉന്നതന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മൾ എല്ലാവരും പറയാണ് നമ്മൾ എന്താ പറയാ, നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശത്രുക്കൾ നമ്മളെ കൊണ്ട് സന്തോഷം, നമ്മൾ പോലും അറിയാതെ ശത്രുവിന്റെ തലയെ തകർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത ഏതൊക്കെ മേഖലകളിൽ ദൈവം നമ്മൾ ഓരോ ദിവസവും വിടുവിക്കുന്നുണ്ട് നമുക്കറിയാവോ? നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമുക്ക് കുറച്ച് ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, കുറച്ച് പണമുണ്ട്, ഇതുകൊണ്ട് നമ്മൾ ഭയങ്കര സേഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കുന്നു. അല്ലെന്നേ, ശത്രു പലപ്പോഴും നിന്റെ ജീവന് വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ, അവകാശം പറഞ്ഞപ്പോൾ, നിന്റെ യാത്രയിൽ നിന്നെ തകർത്ത് കളയാൻ നോക്കിയപ്പോൾ, നിന്നെ നശിപ്പിച്ച് കളയാൻ നോക്കിയപ്പോൾ, അവിടെയൊക്കെ നമുക്കും ശത്രുവിന് മധ്യ കയറുന്ന നമ്മളെ വിടുവിച്ചൊരു ദൈവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവനോട് നിൽക്കുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര സമയം ശത്രു എനിക്ക് എന്റെ ലൈഫിൽ ശത്രു എത്രത്തോളം വെല്ലുവിളിച്ചിട്ട് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്നെ തകർത്ത് കളയണമെന്ന് പറയാം, തളർത്തി കളയണമെന്ന് പറഞ്ഞു, കിടത്തി കളയണമെന്ന് പറഞ്ഞു, ഇനി ഇവളെ എഴുന്നേൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മേഖലയിലും കാരണം എന്റെ ദൈവം എന്റെ തുണയായി നിന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ഇതുപോലെ. അവിടെയൊക്കെ നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവം. ഇവിടെ പറയുന്നത് യഹോവ ധർമ്മസ്ഥ വായിച്ച 9-ാം വാക്യം. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ച് തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. പറയുന്നേ, യഹോവ നിനക്ക് എന്റെ വ്യവഹാരം നടത്തിക്ക് ന്യായം പാലിച്ച് തരുവോളം. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ വ്യവഹാരം അല്ലെ കേസുകൾ നടത്തുന്നത് ഈ ലോകത്ത് അറിയപ്പെടുന്ന ലീഡിങ് അഡ്വക്കേറ്റുകളല്ല. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് നമ്മളിപ്പോ എല്ലാരും പറയും കേസൊക്കെ കൊടുക്കും, നല്ലോണം വാദിക്കും, നല്ല അഡ്വക്കേറ്റ്. പക്ഷെ ദൈവമാണ് നിന്റെ അഡ്വക്കേറ്റ് എങ്കിൽ ഹാലേലൂയ, നിന്റെ കേസിൽ ഇനി മുതൽ ദൈവമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഹാലേലൂയ, ആമേ, നിനക്ക് ജയം കൂടെയുണ്ട്. ഹാലേലൂയ. ഇത്രയും നാളത്തെ ഹാലേലൂയ, ആമേ, നമ്മുടെ അഭിഷേകത്തെ, നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ കുടുംബ ജീവിതത്തെ ഹാലേലൂയ, ആമേ, നമ്മുടെ ഓരോന്നിനെയൊക്കെ നമ്മളെ ചോദ്യം ചെയ്ത് ചില മേഖലകൾ ഉണ്ടാവും അല്ലേ? നോക്കിക്കൊണ്ട് ചോദ്യം ചെയ്ത ചില മേഖല ഉണ്ട്. അവിടേക്ക് ആരാണ് വ്യവഹരിക്കാൻ പോകുന്നത്? ഈ ചോദിച്ചവരോടൊക്കെ വ്യവഹരിക്കാനായിട്ട് നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്. അവിടെ പറയുന്നേ, യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വയ്ക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം നമ്മുടെ മേൽ ഉണ്ടാകും. പക്ഷെ ഈ ദൈവത്തിന്റെ ക്രോധം നമ്മുടെ മേൽ വരുമ്പോൾ അത് കണ്ട് മറ്റാരും നിന്നിട്ട് കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം എനിക്ക് വേണ്ടി ഈ ക്രോധം വന്നാൽ എനിക്ക് വേണ്ടി വ്യവഹരിക്കുന്ന എന്റെ കേസുകൾ എടുക്കുന്ന നമ്മൾ ഓർത്ത വക്കീൽ നമ്മുടെ കേസ് എടുത്തു കേട്ടോ, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, കാരണം അഡ്വക്കേറ്റ് കേസ് വക്കാലത്ത് എടുത്തോണ്ട് ഇനി പേടിക്കണ്ട. പലരും പറഞ്ഞത് കേട്ടിട്ടില്ലേ? ലോകപരമായിട്ട് ചില വക്കീലുമാരെ പോയി കാണുമ്പോൾ അഡ്വക്കേറ്റ് എടുക്കുകയാണ്, പിന്നെ പേടിക്കണ്ട, കാരണം അങ്ങനെ ഭയങ്കര പ്രബലന, ഭയങ്കര നല്ല അഡ്വക്കേറ്റ് എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മളൊക്കെ പറയാൻ എന്താ പറയണം പറയാ, എനിക്ക് വേണ്ടി എന്റെ കേസ് എവിടെയാന്നൊരു സ്വർഗത്തിൽ ദൈവം എടുത്തിട്ടുണ്ടെങ്കിൽ
ദൈവമാണ് എന്റെ കേസ് വാദിക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടി വ്യവഹാരം നടത്താൻ ഒരുവൻ ഇരിപ്പുണ്ട്. എവിടെയാണെന്നറിയാവോ? ദൈവത്തിന്റെ വലതുഭാഗത്ത് സദാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ഇരുന്ന് സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നേരമെന്നല്ല, 24 hours അല്ലെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. എന്താ? നമുക്ക് വേണ്ടി വാദിക്കുക. നമ്മുടെ അഡ്വക്കേറ്റ് ആണ് കർത്താവ് യേശു ക്രിസ്തു. നമ്മുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്, നമ്മുടെ മഹാപുരോഹിതനാണ്. ഹാലലിയ. ഈ പുരോഹിതൻ ഇരുന്ന് വാദിക്കുമ്പോൾ ഹാലലിയ നമ്മുടെ ശത്രുവിന് ജയിക്കാൻ പറ്റുമോ? കാലത്തിലെ. കാരണം അവൻ ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. ഹല്ലേലൂയ. അവനെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊന്നിനും നമ്മളെ ജയിക്കാൻ കഴിയത്തില്ല. കാരണം ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ആരും വിചാരിക്കല്ല ഞാനങ്ങ് ഭയങ്കര വിശുദ്ധി ആയതുകൊണ്ട് ഞാനങ്ങ് ഞെളിഞ്ഞ് നടക്കുന്നതാണെന്ന് വിചാരിക്കല്ലേ. ഹാലലു. ഒരുവൻ നമുക്ക് വേണ്ടി അവിടെ ഇടിവിൽ ഇരിക്കുന്നുണ്ട്. ഹാലലു. നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ എന്റെ ദൈവം എനിക്ക് വ്യവഹാരം നടത്തി തരുവോളം ഞാൻ അവന്റെ ക്രോധം വയ്ക്കും. ചിലപ്പോൾ നമ്മളെ ദൈവം അടിക്കുമായിരിക്കും, ദൈവം ശിക്ഷിക്കുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ചില ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ ഒക്കെ പോകേണ്ടി വരുമായിരിക്കും. കാരണം കർത്താവ് യേശുക്രിസ്തുവിനെക്കാളും ഇവര് യഹൂദന്മാര് പിടിക്കാൻ വന്നപ്പോ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഇത് ഇരുട്ടിന്റെ നാഴികയാ. അവന്റെ അധികാരം ഇനി വെളിപ്പെടാൻ പോകുന്നേ. അപ്പൊ അവന്റെ അധികാരം വെളിപ്പെടാൻ ദൈവം കൊടുത്ത സമയത്ത് നമ്മൾ അതിലൂടെ കടന്നു പോകണം. പക്ഷേല് അങ്ങനെ കടന്നു പോയെന്ന് വിചാരിച്ച് യഹൂദന്മാരെല്ലാവരും വിചാരിച്ചു യേശു കർത്താവ് ക്രൂശിൽ തറച്ച് അമ്മയെ കൊന്ന് കല്ലറയ്ക്കുള്ളിൽ അടച്ച് ഒരു മുദ്രയും വെച്ച് കഴിയുമ്പോൾ ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് അല്ലേ? പക്ഷേല് ഹാലേലിയ അവിടെ കുരിശുകൊണ്ടും കല്ലറ കൊണ്ടും അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അവർ ഉയർപ്പിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില ക്രൂശിന്റെ അനുഭവങ്ങൾ, ചില കല്ലറയുടെ അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഇനി കഴിഞ്ഞ് ഇനി എന്തായാലും ഒരു രക്ഷയില്ലട്ടോ, പുറത്ത് വരത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വാക്ക് ഞാൻ കല്ലറകളെ തുറന്ന് നിങ്ങളെ പുറത്തെടുക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഏത് കല്ലറയുടെ അനുഭവത്തിൽ ഇരുന്നാലും തുറന്ന് പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മളാണ്. അപ്പൊ നമുക്കൊക്കെ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാൻ പറ്റണം ഹല്ലേലൂയ. ആമേൻ. അടുത്ത തൊട്ടടുത്ത വാക്യം ഒന്ന് വായിക്കും സിസ്റ്ററെ. 10. എന്റെ ശത്രു അത് കാണും. നിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. എന്റെ കണ്ണവളെ കണ്ട് രസിക്കും. അന്ന് അവളെ വീഥികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും. ആമേൻ. സ്തോത്രം പറയുന്നേ. അപ്പൊ നമ്മളെ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ജയക്കൊടിയും പിടിച്ചുകൊണ്ട് നമ്മൾ വരുമ്പോ നമ്മൾ ശത്രുവായവളോട് പറയണം ഹാലലിയ. എന്റെ ശത്രുവായവളെ ഇവിടെ പറയുന്ന 10ാം വാക്യം, എന്റെ ശത്രു അത് കാണും. ഹാലലിയ. അവളത് കാണുമ്പോ എന്താ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. അപ്പൊ നമ്മളോട് പലരും ചോദിച്ചു നിന്റെ ദൈവം എവിടെ? എന്തേ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒന്നും കാണാത്തത്? എന്തിനാ പ്രാർത്ഥിക്കുമ്പോ എന്നൊക്കെ ചോദിച്ചവര് ലജ്ജ മൂടും. ഹാലലി. എന്നിട്ട് പറയുന്നത് എന്റെ കണ്ണ് അവളെ കണ്ട് രസിക്കും. അന്ന് അവളെ വീതിലെ ചെളി പോലെ ചവിട്ടിക്കളയും. അപ്പം ശത്രു ലജ്ജ മൂടുമ്പോൾ, ശത്രുവിനെ ചവിട്ടിക്കളയുമ്പോൾ ദൈവത്തിന്റെ ജയക്കൊടിയാവിന്റെ യഹോവ നിസി എന്ന് പറയാ ആ ജയക്കൊടിയും പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ ഹാലലിയ ലജ്ജവും മൂടുന്നത് ആരെയെന്നറിയാ? നമ്മളെ അല്ല. ഹാലലൂയ. നമ്മളെ അല്ല ലജ്ജ മൂടുന്നത്. നമ്മുടെ ശത്രു ലജ്ജിച്ച് തല കുനിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ഹാലലിയ. അവിടെയാണ് എന്റെ ശത്രുവായ തുടക്കത്തിൽ ഭക്തമനെ എന്റെ ശത്രുവായാലും എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ഞാനിപ്പൊ ഇരിക്കുന്ന അവസ്ഥ കണ്ട് നീ അധികം സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇരുന്നാലും ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഹാലലൂയ. അതിന്റെ തന്നെ 18, 19, 20 വാക്യം കൊണ്ടൊന്ന് വായിക്കും സിസ്റ്ററെ. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വഹിച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. സ്തോത്രം. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് അകൃത്യം ക്ഷമിക്കുകയും
തന്റെ അവകാശത്തെ ശേഷിച്ചുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവമല്ലോ അവന് പ്രസാദമുള്ള. അപ്പം അകൃത്യം ക്ഷമിക്കുന്ന ഒരു ദൈവം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില അകൃത്യങ്ങൾ ഉണ്ട്, ചില പാപങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് വേണമെന്നറിയാമോ? ആമേ ഇത് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരി സംസാരിച്ചു പറഞ്ഞു, ആരോട് പറഞ്ഞെന്ന്, നിങ്ങൾ ഉപവസിക്കുന്നു വേണ്ട, ഉപവസിക്കുന്നതൊക്കെ പാപികളെ ഉപവസിക്കുന്നതാണ്, പാപം മാറാൻ വേണ്ടി ഉപവസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പാപം മാറാൻ വേണ്ടിയിട്ടില്ല ഉപവസിക്കുന്നത്, യേശുക്കത്ത് ഉപവസിക്കുന്നത് അത് എങ്ങനെയാണെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഉപവസിക്കുക എന്നുള്ളൊരു ഒരു ഭക്തൻ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം ഉപവസിക്കുക. പക്ഷേങ്കിൽ അകൃത്യം അല്ലെങ്കിൽ പാപം ക്ഷമിക്കുന്ന ഉപവസിച്ചുകൊണ്ട് ക്ഷമിക്കത്തില്ല എന്ന് നീ തിരിച്ചറിയണം. നീ ഒരു പാപം ചെയ്തു എന്ന്, നിനക്ക് ആ പാപമാണെന്ന് അത് നിനക്കൊരു ബോധ്യം ഉണ്ടാകണം ഫസ്റ്റ് ഓഫ് ആൾ, അല്ലേ? ഞാനിപ്പോ ഒരു കള്ളം പറയുമ്പോൾ, അപ്പൊ എനിക്കൊരു അസൂയ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ദുഷിപ്പ് പറയുമ്പോൾ, ഇത് എപ്പോഴാണെന്നറിയാം പാപം ആണ്, ഇത് തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എനിക്ക് തിരിച്ചറിവുണ്ടാകുന്ന നിമിഷമാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ എന്താ പറയാ, അയ്യോ എനിക്കിത് വേണ്ട, ഇത് ദൈവത്തെ വേദ അല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ്, ഇത് ദൈവത്തിന്റെ സ്വഭാവം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞ് നമ്മളത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് പാപം ക്ഷമിക്കുന്നത്. അത് ഏറ്റു പറയണം. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ ഇത് ഇന്നത് നല്ല, ഇത് എന്റെ ജീവിതത്തിൽ വന്നത് തെറ്റാണ്, ഇത് നിനക്ക് ഞാൻ അതിന് ഏറ്റു പറയുന്നു. നീ ഏറ്റു പറ, നിന്റെ വായ കൊണ്ട് തന്നെ അത് ഏറ്റു പറയണം. രക്ഷ നമ്മൾ ഏറ്റു പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും വചനം നമ്മൾ കൺഫ്യൂസ് ചെയ്യണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ നമ്മൾ ദൈവത്തിന് അറിയത്തില്ല, പിന്നെ എന്തിനാ ഞാൻ പറയുന്നതെന്ന് ചോദിക്കും. അല്ല, ദൈവത്തിന് അറിയാമെങ്കിൽ നിന്റെ വാ കൊണ്ട് നീ അത് പറയുന്നത് ദൈവം കേൾക്കണം. നിന്റെ ശത്രു അത് കേൾക്കണം. അവിടെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുമ്പോഴാണ് പാപം ക്ഷമിക്കുന്നത്. ചുമ്മാ ഉപവസിച്ചെന്ന് ചോദിച്ചു പാപം ക്ഷമിക്കത്തില്ല. പിന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് വരാനായിട്ട് ദൈവത്തോട് കൂടി ചേർന്നിരിക്കുമ്പോൾ ദൈവിക സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോൾ, അല്ലെ വെളിച്ചം നമ്മളിലേക്ക് ഇരുള് പോകാൻ വേണ്ടി ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഉപവാസത്തിൽ നമുക്ക് സാധിക്കും. ഉപവാസത്താലും പ്രാർത്ഥനയല്ല ഈ നമ്മളിരിക്കുന്ന ജടികമായ കുറെ സ്വഭാവങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്ന ദൈവം. അത് നീങ്ങി പോകണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥന. പക്ഷെ ഇത് നീങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആദ്യം എന്താ, ഇത് നമുക്ക് വേണ്ടാത്ത സ്വഭാവം നമ്മൾ തിരിച്ചറിവുണ്ടാകുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്ന അകൃത്യം ക്ഷമിക്കുകയും തന്റെ, അപ്പൊ അകൃത്യം ദൈവം ക്ഷമിക്കുക എപ്പോഴാണെന്നറിയാവോ? അയ്യോ ഇത് അകൃത്യമാണ്, അല്ലെ ഇത് പാപമാണ്, ഇത് ലംഘനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം ആദ്യം. എന്നിട്ട് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് അവിടെ പറയുന്നത് എന്നിട്ട് തന്റെ അവകാശ ശേഷിപ്പ് അതിക്രമം മോചിപ്പിക്കുക. അപ്പൊ അവകാശത്തിന്റെ ശേഷിപ്പായിരിക്കുന്നവരോട് പഴയ നിയമപ്രകാരം അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെയും പുത്രന്മാർ അവകാശികളായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ജനമായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ ക്രിസ്തുവേശു കൂട്ടവകാശികളായിരിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പം ക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം അവകാശികളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം അകൃത്യം വന്ന ദൈവം ക്ഷമിക്കത്തില്ലേ? ക്ഷമിക്കുക. ഇവിടെ പറയുന്നത്. എന്നിട്ട് ശരിയാ, സമനാ ദൈവം ആരില്ല, അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദൈവമല്ലോ അവന് പ്രസാദം. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം ഈ പറയുന്നത്. നമ്മളൊക്കെ കുറെ നാളുകൾ കഴിഞ്ഞാലും ആരെങ്കിലൊക്കെ ചെയ്തതൊക്കെ ക്ഷമിച്ചു എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഹൃദയത്തെ എവിടെയോ ഇത് കിടക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത് തെകിട്ടി വരും. ഇത് ഇങ്ങനെ ഉള്ളി കിടക്കുന്നത് പൊങ്ങി വരുന്നത് പോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എന്നേക്ക് അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്നിട്ട് ദയയിലല്ലോ അവന് പ്രസാദം. അപ്പൊ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ഇതൊക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവം. നമ്മൾ ദൈവത്തിന്റെ മക്കളാവുമ്പോൾ നമ്മൾ ഈ സ്വഭാവമൊക്കെ ഉണ്ടാണ്. ദൈവം നമ്മുടെ അകൃത്യങ്ങളൊന്നും ഓർത്തു വെക്കുന്നില്ല. അവന് ദയയില പ്രസാദമുള്ളതെന്ന് പറയുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആകണം. എന്നിട്ട് അടുത്ത പറയുന്നത്, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിന് ആഴങ്ങളിട്ട് കളയും. അതാണ് നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ ദൈവം എന്താ പറയാ, ചവിട്ടിക്കളഞ്ഞിട്ട് പാപങ്ങളെയൊക്കെ ആഴത്തിൽ കൊണ്ടിട്ട്, സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്നത് പിന്നെ പറക്കിക്കൊണ്ട് വരാൻ പറ്റാത്തത് പോലെ ഇട്ട് കളയും. കാരണം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഏത് പാപമായിരുന്നെങ്കിലും നമ്മളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, മോളെ നീ പണ്ട് അത് ചെയ്തതല്ലേ, പണ്ട് ഇത് ചെയ്തതല്ലേ, നീ പണ്ട് അങ്ങനെയായിരുന്നില്ലേ, പണ്ട് ഇങ്ങനെയത് പറയത്തില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരും. എന്താണെന്നറിയാ, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒരുത്തം വന്ന് നമ്മൾ ഓർമ്മിപ്പിക്കും. ഇപ്പൊ വലിയ പ്രാർത്ഥനയാ, അപ്പൊ ബൈബിളൊക്കെ എടുത്തത് നീ പണ്ട് എന്താന്ന് എനിക്കറിയാം, ഇതായിരിക്കും എന്ന് പറയുന്നത്.
പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുക കർത്താവ് ശരിയാണല്ലോ, ഞാൻ അങ്ങനെ പിന്നെ ആ ചിന്തിച്ച് 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 അതിന്റെ പിറകെ അങ്ങോട്ട് പോകും. പോകരുത്. അവിടെ അപ്പൊ തന്നെ പറയണം പോ പിശാച് എന്ന് പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ദൈവം ആഴത്തിന്റെ ആ സമുദ്രത്തിന്റെ ആഴങ്ങൾ കിട്ട് കളഞ്ഞെന്ന, ഞാനത് വീണ്ടും ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കലും ഇത് ദൈവം എടുക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ആമേൻ, വ്യഭിചാര കുറ്റത്തിന് പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീ ഹാലേലിയ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നു ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ ഓടി വന്ന് ആശ്രയിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരിക്കൽ പോലും കർത്താവ് അന്ന് പറയുന്നത് ആമേൻ, നീ ഇനിമേൽ പാപം ചെയ്യരുതെന്ന് അവളോട് പറഞ്ഞിട്ട് ഹാലേലിയ പിന്നെ ഒരിക്കൽ പോലും നീ പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് ചോദിച്ചതായിട്ട് ബൈബിളിലെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. കാരണം കർത്താവ് അങ്ങനെയാണ്. ഹാലേലൂയ. കർത്താവ് ഒരാളെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഹാലേലൂയ, അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹാലേലൂയ, അവർ നമ്മളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഹസ്ബൻഡും വൈഫുമാരൊക്കെ നമ്മളുടെ വഴക്ക് കാണുമ്പോഴേ ചില സമയത്തൊക്കെ ചിരി വരും. കാരണം എന്താ, ഞാൻ ഒത്തിരി അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാറുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പറയുന്നത്, അങ്ങ് 25 വർഷം മുമ്പ് എന്നോട് അങ്ങനെ ചെയ്തായിരുന്നു. വിശ്വാസികളാ. ഹാലേലൂയ. പണ്ട് എന്നാ കൊച്ചിനിപ്പം 20 വയസ്സെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കല്യാണം കഴിച്ച സമയത്ത് അന്ന് അങ്ങനെ ചെയ്തായിരുന്നു, അന്ന് ഇങ്ങനെ ചെയ്തായിരുന്നു. ഇതിപ്പോഴും വെച്ചേക്കുക എവിടെയാ, ഉള്ളില്. ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഇതുപോലെ ഹല്ലേലൂയ. അപ്പൊ ഇതാണ് മനുഷ്യര്. ഹല്ലേലൂയ. ആമേൻ. പണ്ടെങ്ങാണ്ട് ചെയ്തിട്ട് ചിലപ്പോ പുള്ളി തന്നെ മറന്നുപോയിട്ട് കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ പറഞ്ഞത് ഓർമ്മിപ്പിക്കും. നിങ്ങൾക്ക് പണ്ട് ആ ഒരു പെണ്ണിനെ നോക്കിയില്ലായിരുന്നോ? അങ്ങേരത് മറന്നേ പോയിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ട് പുള്ളി വീണ്ടും അതൊന്ന് ഓർക്കാനും അതിനത് താലോലിക്കാനും ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ആ പഴയതൊക്കെ ഒന്ന് താലോലിച്ചിരുന്നോളെ. ഹാലേലിയ. ചെയ്യരുത്. കാരണം ദൈവം നമ്മുടെ ഹാലേലിയ ആമയെ അകൃത്യങ്ങളൊക്കെ നമ്മുടെ പാപങ്ങളൊക്കെ ആ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ട് കളഞ്ഞെങ്കിൽ അല്ലെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതൊക്കെ അങ്ങനെ കളയണം. അല്ലെ ഇടയ്ക്കിടയ്ക്ക് ഇത് പൊങ്ങി വരുന്നെങ്കിൽ അല്ലെ അതിനെയൊക്കെ നമ്മൾ ഹാലേലിയ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മ ശക്തിയാലും അതിനെ അടക്കി കളയണം. ഹാലേലിയ. അതിനെ വീണ്ടും ചകഞ്ഞെടുക്കരുത്. ഹാലേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് പറഞ്ഞ ഒരാളോട് കയ്പും വെറുപ്പും പകയും വിദ്വേഷവും ഒന്നും അല്ല നമുക്ക് പൊറുക്കാൻ പറ്റത്തില്ല. മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേങ്കിൽ ക്ഷമിക്കണം. ഹാലേലൂയ. അതിനെ മറക്കണം. ഹാലേലൂയ. എന്നാൽ മാത്രം ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഹൃദയത്തിൽ ഹാലേലൂയ ആരുടെങ്കിലും പകയും കയ്പും ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്ങിനെയാണ് ഹാലേലൂയ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കും. ഇവിടെ ദൈവത്തിന്റെ പദം അവൻ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിൽ ആഴത്തിയിട്ടുകൾ. എന്നിട്ട് പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്ത നീ യാക്കോബിനോടും നിന്റെ നീ അബ്രഹാമിനോടും കാണിക്കുക. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഹാലേലൂയ ഒരിക്കലും മാറ്റം വരുന്നില്ല. ദൈവത്തിന് ദയ നിന്നു പോയിട്ടില്ല. അത് നമ്മളോട് ഇങ്ങനെ കാണിക്കുക. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയാണ് നമ്മൾ. ഹാലേലൂയ. അബ്രഹാമിന്റെ ക്രിസ്തുവേശ ജാതികളെ നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ അബ്രഹാമിന് എന്തൊക്കെ പറഞ്ഞിട്ട് ആ വാഗ്ദത്തം നമുക്കുണ്ട്. അപ്പൊ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതാണ് ഇവിടെ പറയുന്നത്. നിന്റെ വിശ്വസ്തത യാക്കോബിനോട് നിന്റെ ദയ അബ്രഹാമിന്. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ ദയയും ഒക്കെ നമ്മുടെ മേൽ വ്യാപരിക്കുക. അന്ന് ദൈവം കൊടുത്ത പ്രോമിസാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരാത്തിടത്തോളം നമ്മുടെ അകൃത്യങ്ങളെല്ലാം ചവിട്ടിക്കളയുന്ന ഹാലേലൂയ ഒരു ദൈവത്തെ, അത് ആഴങ്ങളിലേക്ക് ഇട്ടുകളയുന്ന ദൈവത്തെ 60-ാം സങ്കീർത്തനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അപ്പൊ 4ഉം 5ഉം വാക്യം ഒന്ന് വായിക്കുമോ? സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്കൊരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ഇവിടെ 5ാമത്തെ വാക്യം പറയുന്ന നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. അപ്പൊ ഇവിടെയും പറയുന്നൊരു വാക്കുണ്ട്, പ്രിയമുള്ളവർ. പ്രിയൻ. ഹാലേലൂയ. ദാനിയേലിനെ ദൈവം വിളിക്കുന്ന ഒരു ദാനിയേലിന്റെ പുസ്തകം വായിച്ചത് പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് വിളിക്കുന്നുണ്ട്. ഹാലേലൂയ. പിന്നെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് 30 വർഷക്കാലം ജീവിച്ചിട്ട് ദൈവം അവിടെ എങ്ങും പ്രിയൻ എന്ന് പറയുന്ന കേട്ടിട്ടില്ല. പക്ഷേ ഹാലേലൂയ 30ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെട്ടവർ സ്വർഗം തുറന്നു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഹാലേലിയ. അപ്പൊ ദൈവത്തിന്റെ ഹാലേലിയ ഇഷ്ടത്തിന് ഹാലേലിയ ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം വിളിക്കുന്ന ഒരു പേരാണ് പ്രിയൻ അല്ലെങ്കിൽ പ്രിയപുത്രൻ.
നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഹാലേലൂയ ആമേ ആ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് നമ്മൾ ഓരോരുത്തരും കർത്താവ് പറയും ഹാല ഇവൾ എന്റെ പ്രിയപുത്രനാണ് അല്ലെ പ്രിയപുത്രിയാണെന്ന്. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രിയരായവർ അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്നത്? നിനക്ക് പ്രിയ വിടുവിക്കേണ്ട നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് അല്ലെ. അപ്പൊ ദൈവത്തിന് പ്രിയമായവരെ വിടുവിക്കുന്നത് ഒരു മനുഷ്യന്റെ കരത്തിലല്ല, അമ്മ സർവശക്തനായ ദൈവത്തിന്റെ വലങ്കൈ ഉപയോഗിച്ച് തന്നെ ദൈവം വിടുവിക്കും. സങ്കീർത്തനത്തെ മറ്റൊരു വാക്യം കാണുന്നത് ആമേ ഹാലേലിയ എന്താ പറയാ, എന്റെ പ്രിയനോ ഞാൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹാലലൂയ. അപ്പൊ ചിലര് നന്നാ രാവിലെ എഴുന്നേക്കുന്നു, അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നൊക്കെ. പക്ഷെ എന്റെ പ്രിയം കിടന്ന് ഉറങ്ങിയാണ് ഞാൻ ഉറക്കത്തിൽ കൊടുക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനാണ്. ഞാനിവിടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് പിന്നെ ഉറങ്ങുക ചെയ്യുന്നുള്ളു. ദൈവം പറഞ്ഞ് നീ അവിടെ ഇരുന്നോണം, ഇപ്പൊ ഇറങ്ങരുത് എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ ദൈവം പറഞ്ഞത് കൊണ്ടാകട്ടെ ഇരിക്കും, അല്ലാതെ മട്ടി പിടിച്ചിട്ടോ ഹാലേലൂയ ആമേ ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. എന്ത് കാര്യം ചെയ്യണം. ഞാൻ പറയും ഇപ്രാവശ്യം ഇടയ്ക്ക് നമ്മൾ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ കൊട്ടേഷൻ വരെ ഞാൻ എടുത്തു തരുമ്പോൾ ദൈവം പറഞ്ഞ് മാറ്റി വെച്ചോളാം. കാരണം ദൈവം എന്നോട് ഇരിക്കാൻ പറഞ്ഞ ചില സമയത്ത് നമ്മളെ കൊണ്ട് ഇരുത്തുമെന്ന് പറയാം. ആ ഒരു ഇരിപ്പ് ഇരുത്തിയേക്കാണ്. ഈ ഇരിപ്പ് ദൈവം പറയാതെ എഴുതേക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇരിക്കും. അതുകൊണ്ട് പറയാം, നീ മറ്റൊന്നിനെ കുറിച്ചും വിചാരപ്പെടാന്ന് പറഞ്ഞെങ്കിൽ എന്നെ ഇരുത്തേക്ക് ദൈവത്തിന് ഉത്തരവാദിത്തമല്ലേ എന്റെ കാര്യം നോക്കാന്നുള്ളത് അല്ലേ സിസ്റ്റർ? എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഉള്ളതെല്ലാം തരിക, കൊച്ചിന്റെ വിദ്യാഭ്യാസമാണ് എന്റെ ആവശ്യങ്ങൾക്ക് തരിക എന്നുള്ളത് ദൈവത്തിന് ഉത്തരവ്. കാരണം എന്താ, എന്നെ അപ്പോയിന്റ് ചെയ്താൽ പറഞ്ഞ് നീ അവിടെ വെറുതെ ഇരുന്നാൽ മതിയെന്ന്. പണ്ട് ഞാൻ ദുബായ് വർക്ക് ചെയ്ത കമ്പനി അല്ലല്ല, അവിടെ അവര് ആ കമ്പനി പെപ്സിക്കോയ്ക്ക് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അവര് ഫില്ലിങ് കൊടുക്കാതെ അഗ്രിമെന്റ് ഒക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഹാലലിയ ഇവിടെ സ്റ്റാഫിനെ എല്ലാം ഇരുത്തി അവര് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം സ്റ്റാഫിനെ എല്ലാം വെറുതെ ഇരുത്തി. സ്റ്റാഫൊക്കെ രാവിലെ ഓഫീസ് വന്നിട്ട് ഗോഡൌണിൽ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് ചീട്ടും കളിച്ച് അതും കളിച്ച് ഇതും കളിച്ചിരിക്കും. പക്ഷെ കൃത്യമായി സാലറി അവർ അക്കൗണ്ടിൽ എത്തുവാൻ ഏകദേശം ഒരു വർഷത്തോളം. ചെറിയ സാലറി അല്ല, ഏകദേശം ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 280,000 ദിറംസ് ഒരു മന്ത്ലി എക്സ്പെൻസ് ആ കമ്പനിക്കുണ്ട്. ഒരു പൈസ വരുമാനം ഇല്ലാതെ ആ കമ്പനി ഏകദേശം 10 മാസത്തോളം അത് എല്ലാവർക്കും കൊടുത്തു. അല്ലേ? കാരണം എന്താ പറയാ, അപ്പോയിന്റ് ചെയ്തൊരു ഉത്തരവാദിത്ത. നീ വെറുതെ ഇരുന്നാലും, നീ ചീട്ട് കളിച്ചോണ്ടിരുന്നാലും, നീ കഥ പറഞ്ഞുകൊണ്ടിരുന്നാലും നിനക്ക് ശമ്പളം തരുന്ന, കാരണം ഒരു ഓഫർ ആയിട്ട് നിനക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നിന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് വിടാത്തിടത്തോളം കാലം സാലറി കൊടുക്കുമെന്ന് വെച്ചാൽ ആ കമ്പനിയെ അപ്പോയിന്റ് ചെയ്തൊരു ഉത്തരവാദിത്വം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്താണ് ഒരു പുതിയൊരു ഫാക്ടറി വാങ്ങിച്ച് ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോഴാണ് 280,000 ലോസിൽ പൊക്കൊണ്ട കമ്പനിയാണ് എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്റെ മുതലാളി പറഞ്ഞ കാര്യം, മിനി അത് നിനക്ക് ലാഭത്തിലൊന്നും ആക്കാൻ പറ്റത്തില്ല, പക്ഷെ നഷ്ടം കുറയ്ക്കാൻ ശ്രമിക്കാനാണ് പറഞ്ഞത്. പക്ഷെ കമ്പനി ദൈവത്തിന്റെ കൃപയാൽ 6 മാസം കൊണ്ട് ഞാൻ ലാഭത്തിലാക്കിച്ചു. ഹാലലിയ. അവിടെ ഇത് ഞാനിപ്പോ പറഞ്ഞപ്പോ ഓർത്തു വന്ന് പറഞ്ഞപ്പോ ദൈവം നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് നീ വെറുതെ ഇരുന്നാലും ശമ്പളം തരാമെന്ന് പറഞ്ഞ ദൈവമാണെങ്കിൽ നീ വെറുതെ ഇരുന്നേ, നിനക്ക് കൃത്യമായിട്ട് സാലറി കിട്ടും. ഹാലലിയ. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്നെല്ലാം ദൈവം തരും. ഹാലലിയ. കാരണം നമ്മുടെ ദൈവം അങ്ങനെയാ. ഇവിടെ പറയുന്നത് നിനക്ക് പ്രിയമുള്ള വിടുവിക്കപ്പെടേനെ നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം. അപ്പൊ ദൈവത്തിന് ഇവിടെ പറയുന്നത് നിനക്ക് പ്രിയമുള്ളവൻ വിടുവിക്കപ്പെടേണ്ട. ആർക്ക് പ്രിയമുള്ള? ദൈവത്തിന് പ്രിയമുള്ള വിടുവിക്കപ്പെടേണ്ടത് ആരുടെ വലം കൈ ഉപയോഗിക്കണോ പറയുന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്? ദൈവത്തിന്റെ വലം കൈ ഉപയോഗിച്ച് വിടുവിക്കണമെന്ന്. എന്നെ വിടുവിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു സൈന്യത്തെ ഇങ്ങോട്ട് അയക്ക്, അല്ലെ പട്ടാളത്തെ ഇങ്ങോട്ട് അയക്കാൻ നല്ല പറഞ്ഞേക്കുന്നേ. കർത്താവേ, നിന്റെ പ്രിയൻ എവിടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ. നീ ഇറങ്ങി വരണം. നിന്റെ വലം കൈ തന്നെ വീര്യം പ്രവർത്തിക്കണം, നിന്റെ ഭുജബലം ഇവിടെ കാണിക്കണം. ഹല്ലേലൂയ. അതാണ്. അപ്പൊ അതാണ് സത്യനിമിത്തം ഉയർത്തേണ്ടത്. നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടരുത്, നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അറിയണമേ. ആ ജയക്കൊടിയും കൊണ്ട് ഹാലേലിയ നമ്മൾ നടന്നു പോകുമ്പോൾ ഹാലേലിയ ഇത്രയും നാളും വിചാരിച്ചിരിക്കുന്ന പലരെ കുറിച്ച് ഞാൻ പറയാം. പലപ്പോഴും ശത്രുവിന്റെ ചിന്ത ഇപ്പോൾ എന്താ വെച്ചാൽ, ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഇവര് വാക്തത്വമൊക്കെ കേട്ട് കുറെ നാളായി ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് ഹാലലൂയ ദൈവം പറയുന്ന ഈ പ്രഭാതത്തിൽ ഹാലലിയ അങ്ങനെ ശത്രു എത്രയൊക്കെ പറഞ്ഞാല് നീ ആ ശത്രുവിനെ നോക്കിയിട്ട് ഹാലലൂയ നീ പറയും ഹാലലിയ നീ അത് കണ്ട് സന്തോഷിക്കേണ്ട.
ഞാൻ വീണെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഹാലേലിയ. എന്റെ ദൈവത്തിന്റെ ക്രോധം എന്റെ മേൽ വന്നാലും ആ ക്രോധത്തിന്റെ അപ്പുറം ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ സ്നേഹം, ഇതൊക്കെ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ രീതിയിലൂടെ തന്നെ എന്നെ ജയക്കൊടിയായിട്ട് ദൈവം എന്റെ ജയക്കൊടിയായിട്ട് നിന്ന് സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുന്ന ദൈവത്തെ നമ്മൾ അറിയുന്ന ആ ദൈവം നമ്മുടെ ജയക്കൊടിയായി നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മളെ പരാജയപ്പെടുത്താനായിട്ട്, നമ്മളെ തകർത്ത് കളയാനായിട്ട് ഹല്ലേലൂയ നമ്മൾ നശിപ്പിച്ച് കളയാനായിട്ട് ഒന്നിനും സാധിക്കത്തില്ല. അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാ നമുക്കുടെ ആയുധം എന്താന്ന് വെച്ചാ നിന്റെ കരം എപ്പോഴും ദൈവസന്നിധി ഉയർന്നിരിക്കട്ടെ. നീ ഉയർന്ന നിന്റെ കരം ഉയർത്തി നീ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. നീ വിശ്വസിച്ചിരിക്കുന്ന ആരെയാണ് നീ തിരിച്ചറിയുമെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തിയെ നീ തിരിച്ചറിയുമെങ്കിൽ നമുക്ക് വേണ്ടി പുറപ്പെടുന്ന ശക്തി നമുക്ക് കാണാൻ പറ്റും. ഹാലൂയ. ഇവിടെ പറയുന്നത്, നമ്മളെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എന്റെ ഉപനിധി, അന്ത്യത്തോളം കാക്കാൻ വിശ്വസ്തനാ. അപ്പൊ നമ്മൾ പിൻപറ്റുന്ന ദൈവം ഹാലൂയ എന്തെങ്കിലും അപകടം വരുമ്പോൾ കളഞ്ഞിട്ട് പോകുന്ന ദൈവത്തെ അല്ല, ആപത്ത് എനിക്ക് പറ്റത്തില്ലാന്ന് പറയുന്ന ദൈവത്തെ അല്ല. ഹാലൂയ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഒരു സൈന്യത്തോടു കൂടി ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് ആയുധങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും ഹല്ലേലൂയ അവരെ ജയിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ്. പലപ്പോഴും നമ്മളെ ന്യായാധിപന്മാരും രാജാക്കന്മാരും പുസ്തകം വായിക്കും കാണാം. ഇടി മുഴക്കി പാറ വീണ് മഴ പെയ്യിച്ച് പല രീതി ദൈവം ദൈവം അവരെ ജയിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവമാണ്. ആ മഹത്വത്തിൽ പ്രത്യാശ ക്രിസ്തു നമ്മളിലായിരിക്കുന്നെങ്കിൽ ആ ക്രിസ്തുവിന്റെ മുഖപ്രകാശം നമ്മളൊന്ന് പ്രകാശിച്ചു കഴിഞ്ഞാൽ ഏതിരളും വെളിച്ചമായി മാറും. നമ്മൾ ചെല്ലുന്നിടമൊക്കെ വെളിച്ചം പ്രകാശിക്കാൻ തക്കോണം നമ്മുടെ തലയ്ക്ക് മീതെ ഒരു കൊടിയുണ്ട്, നമ്മളത് കാണുന്നില്ലെങ്കിൽ പോലും എന്താ പറയാ ജയക്കൊടിയായിട്ട് നമ്മുടെ ദൈവം നമുക്ക് ജയക്കൊടിയായി നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്, പതറിപ്പോകരുത്. വിശ്വാസത്തോടെ മുൻപോട്ട് വെക്കണം ഓരോ സ്റ്റെപ്പ്. കാരണം ദൈവം നമ്മളെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി വ്യവഹാരം നടത്തി നമ്മളെ പുറത്തെടുക്കുന്ന ദൈവത്തെ നമ്മൾ അറിയുന്ന ആ ദൈവം നമുക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലെല്ലാം നിങ്ങൾ എത്തുകയും ചെയ്ത് കാണുമ്പോൾ ശത്രു നിങ്ങളെ കണ്ട് ഇത്ര നാൾ സന്തോഷിച്ച ശത്രു മൂടുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ഇത് ഇന്ന് കേൾക്കുന്ന എല്ലാവർക്കും ഉള്ള വ്യക്തിപരമായ ദൂതായിട്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കുക. ഞാനും അത് ഏറ്റെടുക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.